അല്ലപ്പോ നിങ്ങൾ ഇല്ല പ്രാവശ്യം അതങ്ങനെ ഒരു വർത്താനം ഫുള്ള് പരിക്കാണ്. എന്ത് പരിക്ക്? ഇടക്കിടക്ക് ഇങ്ങനെ മറ്റേ ചങ്ങായി എന്താണ് എടൂലോ അങ്ങനത്തെ ചങ്ങായി വന്നുകാണ്ട് മറ്റാക്ക് പരിക്കുള്ളത് ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്ന പോലെ. കളിക്കാരാകുമ്പോ പരിക്കുണ്ടാവും. പക്ഷെ ഞങ്ങൾക്ക് മെസ്സി മതി. മെസ്സിക്കും പരിക്കാന്ന് കേട്ടിയത്. എന്ത് പരിക്ക്? കഴിഞ്ഞ കളി കണ്ടില്ലേ? ഇറങ്ങി സെക്കൻഡുകൾ കഴിഞ്ഞ വേൾഡ് കപ്പിന്റെ ഓർമ്മ പുതുക്കി പെനാൽറ്റി അടിച്ചു. അതൊക്കെ പെനാൽറ്റി ഫുട്ബോളിലുള്ള ഏറ്റവും കൂടുതൽ ഒരു വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ പെനാൽറ്റി കിട്ടിയ ടീം ഏതാ? നിങ്ങൾ കഴിഞ്ഞ അതല്ല, നിങ്ങളെല്ലാരും വർത്താനം കേട്ടാ ഈ പെനാൽറ്റി നിങ്ങളെ ആൾക്കാരൊന്നും പെനാൽറ്റി അടിച്ചില്ല. പണ്ട് നിങ്ങൾക്ക് പെനാൽറ്റി പ്രശ്നമായിരുന്നല്ലോ, നിങ്ങള് പെനാൽറ്റിന്റെ ആൾക്കാരായി. അത് നിങ്ങളല്ലേ ഞങ്ങള് കളിയാക്കിയേ? ഞങ്ങൾ അടിച്ചിക്കാണ്ട് പുറത്തേക്ക് അടിച്ചു അങ്ങോട്ട് അടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ കളിയാക്കില്ലേ? അതല്ലാന്ന് ഇവിടെ ഇപ്പൊ ക്രിസ്ത്യാനോ പെനാൽറ്റി അടിച്ചാല് അത് പെനാൽറ്റി, മെസ്സി അടിച്ചാൽ ചരിത്രത്തിലേക്കുള്ള പന്ത് വായിക്കും. ക്രിസ്ത്യാനേറ്റവും ഞങ്ങളെ ടീമിനെ ഞങ്ങളെ ചെക്കനേറ്റൊന്നും റാഫ്റ്റോക്കത്തെ ചെങ്ങായിയൊക്കെ പറിച്ചു വിടുന്നത് കാണണം. മെസ്സി അടിച്ചാൽ മൂപ്പർക്ക് വലിയ കൊമ്പത്തെ ചരിത്രം മൂപ്പർക്ക് നേരിട്ട് കാണണ്ട്. മെസ്സി അടിച്ചാ അങ്ങനെയാണ്, എല്ലാരും സമ്മതിക്കും. ഏത് ആൾക്കാരാണെങ്കിലും മെസ്സി ഗോൾ അടിച്ചോ അതിന്റെ ആ ബ്യൂട്ടി. എന്ത് പെനാൽറ്റിന്റെ ബ്യൂട്ടി? പെനാൽറ്റി ബ്യൂട്ടി ഉണ്ടെന്ന് തെളിയിച്ച കളിക്കാരനല്ലേ മെസ്സി. അതൊക്കെ ആ വേൾഡ് കപ്പിൽ നിങ്ങൾ മൊത്തത്തിലൊരു മുൻകൂർ ജാമ്യം എടുക്കലുണ്ട് പ്രാവശ്യം. ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല അങ്ങനെ തോന്നുന്നുണ്ടല്ലോ മൊത്തത്തിൽ നിങ്ങൾ ആൾക്കാർക്ക്. അത് ഞങ്ങൾ റിലാക്സ്ഡ് ആണ്. എന്ത് സുഖാണ്. എന്തുകൊണ്ട്? കഴിഞ്ഞ പ്രാവശ്യത്തെ വേൾഡ് കപ്പ് കണ്ടപ്പോ എന്ത് ടെൻഷനേന്ന്. അല്ല, എന്തുകൊണ്ട് നിങ്ങൾ റിലാക്സ്ഡ്? എന്ത് ഞങ്ങൾക്ക് കപ്പിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കളിച്ചാനേ പറയരുത്. ഞങ്ങൾക്ക് 5 ഉണ്ട്, നിങ്ങൾ 5 എടുത്തിട്ട് എന്നിട്ട് ഞങ്ങൾ 5 അങ്ങനെ പറയാം. ഏത് കാലം നേടിയതാണ്? എന്താണ് ഞങ്ങൾ ഏത് കാലത്താ? ഏത് കാലത്തും അല്ല, ഈ നൂറ്റാണ്ടിലും ഞങ്ങൾക്ക് കപ്പുണ്ട്. 2002 ഞങ്ങൾ ലാസ്റ്റ് കപ്പ്. ഞങ്ങൾക്ക് ഒരു 3.25 കൊല്ലം അപ്പുറത്ത് ഞങ്ങൾക്ക് ഒരു കപ്പുണ്ട്. അതാണ് അതാണ് ഞാൻ പറഞ്ഞ കാര്യം. നിങ്ങള് 36 കൊല്ലം 1986 കപ്പ് ഇട്ടിട്ട് 36 കൊല്ലാണ് കണക്ക് നിങ്ങൾ അത്ര കൊല്ലം ഞങ്ങൾ കാത്തിരിക്കില്ല. ഞങ്ങളാകെ 14 കൊല്ലായിട്ടുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. അടുത്തൊരു 36 കൊല്ലം കാത്തിരിക്കും. നിങ്ങൾ എന്നാ കപ്പ് നേടിയത്? 2002 2002 ഇത് 2026 കൊല്ലായി. ഇതിപ്പോ ഈ കൊല്ലം കിട്ടൂലല്ലോ. നിങ്ങൾ 36 കൊല്ലത്തിന് നിങ്ങളൊക്കെ പഴയതൊക്കെയാണ് മറന്നിക്കാണ്. ഇപ്പൊ കൊറേ പെനാൽറ്റി എന്നാണ്ട് കപ്പാണ്ട് കാലഘട്ടത്തിലുള്ള ആളുകൾക്കും സുവർണ കാലഘട്ടം കൊടുത്ത ടീമാണ്. എന്താണ് നോക്കി ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിങ്ങൾ കളിയാക്കലാണല്ലോ. ഞങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുത്തുകളല്ലോ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറില് LCD-ല് LED-ല് HD-ല് 4K-ല് എല്ലാറ്റിലും ഞങ്ങൾക്കുണ്ടേ. ഞങ്ങള് ടീം എന്ന് പറഞ്ഞാൽ ഫുൾ ഞങ്ങൾക്ക് എന്താ ഞങ്ങളിങ്ങനെ വെറുതെ ഇരുന്ന് കാണും. അല്ലെങ്കിൽ ടെൻഷൻ. നിങ്ങളെ കുപ്പായത്തുമ്പോ എത്ര സ്റ്റാർ ഉണ്ട്? എന്തോ 3 ഇവിടെ എത്ര ഉണ്ട്? ഈ കപ്പിന്റെ രൂപത്തിലുള്ള കപ്പ് എത്ര? ഈ സ്റ്റാറുമേൽ എത്ര ഉണ്ട്? അത് പറയും. 2 ബാക്കി 3 യൂൾഡ്രിമേ കപ്പ കിട്ടിയ എന്തുകൊണ്ടാ? ഞങ്ങൾക്ക് 3 ഞങ്ങൾ എടുത്തപ്പോ ഫിഫ പറഞ്ഞു ഇനി നിങ്ങൾ കൊണ്ടേക്കോളി. കാരണം എന്താ അറിയോ, ഇത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. നിങ്ങൾ വേറൊരു ടീം എന്നാ ഈ സാധനം ഒന്ന് 3 എടുത്ത് കാണിച്ചാണ്. ഞങ്ങള് ഈ പ്രാവശ്യം ഞങ്ങൾ 2 അടുപ്പിച്ച് നിങ്ങള് ഞാൻ പറഞ്ഞ എന്താ പറയുക, നിങ്ങൾ 2 അടുപ്പിച്ചൊക്കെ കിട്ടണമെങ്കിൽ ഇവിടെ 2 അടുപ്പിച്ച് കിട്ടി. ഞങ്ങളും പിന്നെ പണ്ടെന്നോ ഇറ്റലിയാണ്. ഞങ്ങളാണ്. ഇതൊന്നും നിങ്ങൾക്ക് തിരുത്തി കുറിക്കാൻ പറ്റില്ല. അതൊക്കെ തിരുത്തി കുറിക്കാനുള്ള മുതല് ഞങ്ങളൊപ്പുണ്ട്. മെസ്സിയാണ്. മെസ്സി ചെക്ക് ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്തും സാധ്യമാണ്. ഈ 2006 മെസ്സി ഉണ്ടായിരുന്നില്ലേ ഈ ചെക്കൻ? അതെന്താ മെസ്സിക്ക് 2010 ഉണ്ടായിരുന്നു. അതിനൊരു സമയമുണ്ട്. 2018 പെട്ടെന്നൊരു ചെക്കൻ, ചെക്കനല്ല 39 വയസ്സായി ചെക്കൻക്കും വേണ്ടിയിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം കപ്പെടുത്തത്. ഇനി ചെക്കൻ ഉണ്ടല്ലോ ടീമിന് വേണ്ടിയിട്ടാണ് നേടി കൊടുക്കും. അതാണ് ചെക്കന് വേണ്ടിയിട്ട് നമ്മളെ മറ്റേ പെനാൽറ്റി തരാന്ന് പറഞ്ഞിട്ട് 5 പെനാൽറ്റി കിട്ടി. ആ കൊട്ടിപ്പറഞ്ഞ വീടിനൊക്കെ പെനാൽറ്റി കൊടുക്കുക. അല്ല, അപ്പൊ ഫ്രാൻസിന് 2 കൊടുത്തല്ലോ, ഞങ്ങളൊക്കെ അത് കറക്റ്റ് പെനാൽറ്റി ആയിരുന്നു. പക്ഷെ നിങ്ങൾക്ക് കിട്ടിയ കൊട്ടിപ്പറഞ്ഞു അതങ്ങനെ ഒന്നുമില്ല. ഞങ്ങൾ കളിക്കുമ്പോ മാത്രം കൊട്ടിപ്പറഞ്ഞു പോകുക പ്രശ്നം അത് ഇതെന്നൊക്കെ പറയാം. ബാക്കിയുള്ളവർ എത്ര പെനാൽറ്റി അടിക്കണം നിങ്ങളെ കണക്കിലില്ല. നിങ്ങൾക്ക് കഴിഞ്ഞ വേൾഡ് കപ്പിൽ ക്വാർട്ടർ ഫൈനലിൽ പെനാൽറ്റി കിട്ടിയില്ലേ? സെമിയിൽ കിട്ടിയില്ലേ?
അതെ, അത് ബോക്സിൽ കളിക്കുമ്പോ ബോക്സിന്റെ ഉള്ളിൽ കളി വരുമ്പോ പെനാൽറ്റി ഒക്കെ കിട്ടും. അതാണ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ. അല്ലാതെ ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും തട്ടി കളിച്ചല്ല. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഫുള്ള് ബോക്സിന്റെ ഉള്ളിൽ എത്തും. ഇതൊക്കെ എല്ലാവർക്കും തിരിഞ്ഞിക്കണം. എന്ത് തിരിയലും ഇല്ല. ഇപ്രാവശ്യം നിങ്ങൾക്ക് ഉണ്ടാവൂല എന്നുള്ളത് ഞങ്ങൾ ഫുൾ കോൺഫിഡൻസിലാണ്. ഞങ്ങൾ ഇഞ്ചറി അതൊന്നും ഒരു വിഷയമില്ല. കളിയാണ് 17-ാം തീയതിയാണ് ആവുമ്പോണ്ടല്ലോ ഞങ്ങളെ ടീം ഫുൾ സെറ്റ് ആയി. അന്നിപ്പോ അൾജീരിയന്റെ അടുത്ത് കിട്ടിയിട്ട് പോണം. അതാണ് കഴിഞ്ഞ പ്രാവശ്യം സൗദിന്റെ അടുത്ത് കിട്ടിയില്ലേ, അതേമാതിരി അടുത്ത റൗണ്ടൊക്കെ ഷുവറാണ്. അതിപ്പോ ഈ വേൾഡ് കപ്പിന്റെ ഒരു അവസ്ഥ വെച്ച് നിങ്ങൾ ചിലപ്പോ അടുത്ത റൗണ്ടൊക്കെ എത്തിവെക്കും. അടുത്ത റൗണ്ടിൽ അല്ല നിങ്ങളുടെ ഇപ്പൊ ഈ നെയ്മർ കളിച്ചു. പിന്നെന്താ നെയ്മർ ഞങ്ങള് സുൽത്താനെ കളിയിലിറക്കും. കളി തുടങ്ങുന്നതിന് മുമ്പ് എന്താണ് 100% ഫിറ്റ് ഉള്ള പോലെ മാത്രമേ ടീമിലെടുക്കുള്ളൂ കോച്ച് പറഞ്ഞു. എന്നിട്ട് ഇപ്പത്തെ എന്തായി ഓനക്ക് വേണ്ടി മാത്രം നിയമം മാറ്റാം. അതെന്താ സുൽത്താനാണ് മാറ്റും. അതൊന്നുമില്ല. ആരാധകരെങ്ങനെ കൊണ്ടുവരണം അതൊന്നുമല്ല. നെയ്മറെ കാണിച്ചു അതൊന്നുമല്ല. നെയ്മർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ബ്രസീൽ അത് വേറെ കാര്യം. പക്ഷെ നെയ്മർ ഉണ്ടാവുമ്പോ ഈ ആവേശം ടീമിന് ഒരു ഉത്തേജനം കൂടുതലാണ്. അതന്നെ വെറുതെ ഒരു കാര്യമില്ല. കളിച്ചൂലേ ഞാൻ ഫസ്റ്റ് കളി കളിച്ചൂല അതിന്റെ പറഞ്ഞു. രണ്ടാമത്തെ കളി കളിച്ചോ? രണ്ടാമത്തെ കളി കളിച്ചു. അതിന് ശേഷമുള്ള കളി സ്കോട്ട്ലൻഡിൽ പിന്നെ അങ്ങോട്ട് കളിക്കും. ഞങ്ങൾ കപ്പയിട്ട് പോവുള്ളൂ. നെയ്മർ ഇപ്രാവശ്യം കപ്പയിട്ട് പോകേണ്ടി. അതൊക്കെ ഈ അർജന്റീനക്കാർ ഇപ്പൊ മിഞ്ഞാന്ന് ഇങ്ങോട്ട് മഴ പെയ്തപ്പോ ഒരു മഴയല്ല, ഞങ്ങൾ കളിച്ച് കപ്പെടുത്തു. 10-30 കൊല്ലം കരാകരം കരഞ്ഞിട്ട് ഒരു കപ്പ്. 14 കൊല്ലായിട്ട് കരച്ചിലല്ലേ? കരച്ചിലാണ്. ഓരോ പ്രാവശ്യം പറഞ്ഞ ഞങ്ങൾ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, അതാണ് ഇതാണ്. 1994 ഞങ്ങൾ കപ്പെടുക്കണ്ടേ? അവിടെ മുതലുള്ള എല്ലാ വേൾഡ് കപ്പിലും ഞങ്ങൾ ക്വാർട്ടർ ഫൈനലിൽ എത്തിക്കണം. നിങ്ങൾ ഗ്രൂപ്പ് സ്റ്റേജിൽ വരെ 2002 പുറത്തേക്കണെന്ന്. നിങ്ങൾ ഗ്രൂപ്പ് സ്റ്റേജിൽ പുറത്താക്കുന്നു, റൗണ്ട് ഓഫ് 16 പുറത്താവുന്നു. നിങ്ങളൊരു കൺസിസ്റ്റൻസി ശേഷം 2002 മുമ്പ് എന്താ ലോകല്ലേ? അത് ശരി. നിങ്ങൾക്ക് പെട്ടെന്ന് ഇപ്പൊ 86 എന്നല്ലോ നിങ്ങൾക്ക് വലുത്. ഇപ്പൊ നിങ്ങൾക്ക് 2002 ഇങ്ങോട്ട് വന്നേക്കാം, 2022 വന്നേക്കാം. അത് തെളിയിച്ചു, പ്രൂവ് ചെയ്തു. ഒരു സെക്കൻഡ് ഞങ്ങളെ ആള് പ്രൂവ് ചെയ്തു. എങ്ങനെ ഒരു കളി ടീമിന് ഒരു ലോകോത്തര കളിക്കാരൻ ഇങ്ങനൊന്നും ഇങ്ങനെ അവഹേളിക്കാൻ പാടില്ല. ഒരു അവഹേളനമല്ല, കണ്ട കാര്യങ്ങൾ എന്ത് കണ്ടു. എന്നിട്ട് ഇവിടെ ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ ചെയ്യണം? ഇവരടുത്തുനിന്ന് സെനഗലിന്റെ അടുത്തുനിന്ന് കപ്പ് തിരിച്ചെടുക്കണ്ടേ? അങ്ങനൊന്നും ഇല്ലല്ലോ. അതിപ്പോ സെനഗലിന്റെ കഥ വേറെയാണ്. അതൊന്നും കൂടി നിങ്ങൾ അതാണ് മോശമായിട്ടുള്ള കളി അല്ലെ തെറ്റായിട്ടുള്ള രീതിയിൽ ഞങ്ങൾ ഇവിടെ അതൊന്നല്ല. ഞങ്ങൾ നിലവിലെ ചാമ്പ്യന്മാരാണ്, ഡിഫെൻഡിങ് ചാമ്പ്യന്മാരാണ്. അതുകൊണ്ട് ഇപ്രാവശ്യം കപ്പില്ല. ഞങ്ങളത് വീണ്ടും ഒരു 36 കൊല്ലം ഞങ്ങൾ ആ അന്ധവിശ്വാസമായിട്ട് നിന്ന് ഞങ്ങൾ തുടർച്ചയായിട്ട് കപ്പെടുക്കും.